നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ താമസിച്ചത് ഹോസാപേട്ടിലെ ഈ ഹോട്ടൽ ബൃന്ദാവൻ റെസിഡൻസിയിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അവിടെ നിന്ന് 8:30 ചെക്കൗട്ട് ചെയ്തു. അതിന് തൊട്ട് മുന്നിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, നൈവേദ്യം പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് എന്നാണ്. അപ്പോൾ നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഹോട്ടലാണ്. നമ്മൾ ഒരു ഒണിയൻ കൂത്തപ്പവും ഒരു സെറ്റ് ഇഡ്ഡലിയും പറഞ്ഞു. ഇപ്പോൾ മണി 8:45. ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വന്നു. ഇഡ്ഡലി, ചട്നി, വെള്ളച്ചട്നി, സാമ്പാർ, മുളക് ചമ്മന്തി, പിന്നെ കൂത്തപ്പത്തിനും കറി ഇത് തന്നെ. ഇന്ന് നല്ല ടേസ്റ്റുണ്ട്. മുളക് അപ്പോൾ നമ്മൾ ഹോസ്പേട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോവേണ്ടത് പട്ടടയ്ക്കൽ എന്ന സ്ഥലത്തേക്കാണ്. പോകുന്ന വഴിക്ക് ഒരു പ്രതിമ കണ്ടു. അപ്പോൾ ആരുടെ പ്രതിമയെന്നറിയാൻ വേണ്ടി നോക്കി, പക്ഷേ കന്നഡയിലാണ് എഴുതി വച്ചിരിക്കുന്നത്, അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും പ്രതിമ കൊള്ളാം. ആ കാണുന്നതാണ് തുംഗഭദ്ര ഡാം. കാവേരി തുംഗഭദ്ര നദിക്ക് കുറുകെയുള്ള ഡാമാണ്. ഈ നദി ഒഴുകി ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ കിഴക്കോട്ട് പോയി കഴിഞ്ഞാലാണ് ഹംപി നഗരമുള്ളത്. തുംഗഭദ്ര നദിയുടെ കരയിലായിരുന്നു ഹംപിയുടെ, അതായത് പഴയ വിജയനഗര സാമ്രാജ്യം ഉണ്ടായിരുന്നത്. നദി വറ്റിക്കിടക്കുകയാണ്. സമ്മർ സീസൺ അല്ലേ. നമ്മളിപ്പോ ബംഗളൂരു പൂനെ ഹൈവേയിൽ നിന്നും വലതേക്ക് തിരിഞ്ഞ് പട്ടടക്കിലേക്ക് പോവുകയാണ്. ഈ നമ്മുടെ മുന്നിൽ കാണുന്ന ആ മലനിരകൾ, അത് ഹംപിയുടെ പ്രദേശമാണ്. ഹംപി, അതായത് വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി. അപ്പൊ ആ പ്രദേശത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം. ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത ചുവന്ന കല്ലുകളാണ്, ചുവന്ന പാറക്കല്ലുകളാണ്. ഈ കല്ലുകൾ കുത്തിയാണ് അവർ പണ്ട് അമ്പലങ്ങളും മറ്റ് നിർമ്മിതികളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. റോഡാണെന്ന് വെച്ചാൽ സൂപ്പർ റോഡാണ്. ഇതും 6 വരി പാത തന്നെയാണ്. നമുക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാതെ വണ്ടി ഓടിച്ചു പോവാം. സ്മൂത്ത് ട്രാഫിക്കാണ്. ആ കാണുന്ന മലനിരകൾ കണ്ടോ, കല്ലുകൾ. ഇത് കൊത്തി ക്ഷേത്രങ്ങളും വീടുകളും കൊട്ടാരങ്ങളും ഒക്കെ ഉണ്ടാക്കലായിരുന്നു പണ്ടത്തെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകളുടെ ജോലി. ഈ ഹംപിയൊക്കെ ഏകദേശം 1000-ലധികം വർഷം പഴക്കമുള്ള നഗരങ്ങളാണ്. കണ്ടാ കാണുന്നതാണ് പാറക്കെട്ടുകൾ. എന്നാലും സംഗതി അടിപൊളിയാണ്. നമ്മൾ ഈ റൂടെ വന്നു കഴിഞ്ഞോണ ബദാമി പോകാനായിട്ട് ഈ റൂട്ടിലാണ് നമ്മൾ വന്നത്. ബദാമിയിൽ നിന്നും ഏകദേശം 32 കിലോമീറ്റർ അകലെയാണ് ഈ പട്ടടയ്ക്കൽ. അന്ന് ബദാമി വന്ന സമയത്ത് നമുക്ക് പട്ടടയ്ക്കൽ പോകാൻ പറ്റിയില്ല, സമയം കുറവുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചുപോയി. അന്ന് വിചാരിച്ചതാണ് അടുത്ത തവണ വരുമ്പോൾ എന്തായാലും പട്ടടയ്ക്കൽ കാണുമെന്ന്. പാറക്കല്ലുകളുണ്ട്, ചുവന്ന കല്ലുകൾ. കുറെ കല്ലൊക്കെ പൊട്ടിച്ചു വെച്ചിരിക്കുന്നു. അതായത് നിർമ്മാണം തുടങ്ങി വെച്ചതാണ്. ഏതോ കെട്ടിടങ്ങളോ അമ്പലങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പാറ പൊട്ടിച്ചതാണ്, പക്ഷെ അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഹോസ്പേട്ടിൽ നിന്ന് ഒരു 125ഓളം കിലോമീറ്റർ നമ്മൾ ഓടി പട്ടടക്കല്ല് എന്ന സ്ഥലത്തെത്തി. 2 പേരിലും അറിയപ്പെടുന്നുണ്ട്. പട്ടടക്കല്ലു എന്നും പട്ടടയ്ക്കലെന്നും അറിയപ്പെടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രി. അപ്പോൾ നമ്മൾ അകത്ത് കയറി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ്. ഓക്കെ, ഇവിടെ കുടിവെള്ളമുണ്ട്, ടോയ്ലറ്റ്സൊക്കെ ആ ഭാഗത്തേക്കാണ്. നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. വേൾഡ് ഹെറിറ്റേജ് മോണുമെൻറ്റിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് പട്ടടക്കല്ല്. AD 7-8 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഈ പട്ടടക്കല്ല് നിർമ്മിച്ചിരിക്കുന്നത്. അന്ന് ഇവിടം ഭരിച്ചിരുന്ന ചാലൂക്യ രാജാക്കന്മാരാണ് ഇത് നിർമ്മിച്ചത്.
ചാലൂക്യ രാജാവായ വിക്രമാദിത്യ രണ്ടാമൻ പല്ലവ രാജാക്കന്മാർക്ക് നേടിയ വിജയം. അതായത് 1745-നും 1750-നും ഇടയ്ക്കായിരുന്നു ആ യുദ്ധം. അപ്പോൾ ആ യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായ ലോകമഹാദേവിയും ത്രൈലോക മഹാദേവിയും ചേർന്ന് ഈ പട്ടടയ്ക്കൽ ക്ഷേത്ര സമുച്ചയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ 9ഓളം ക്ഷേത്രങ്ങളാണുള്ളത്. ഇതിൽ ജൈനക്ഷേത്രങ്ങളും ബുദ്ധക്ഷേത്രങ്ങളും ഉണ്ട്, അതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങളും ഉണ്ട്. ഈ 9 ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിരൂപാക്ഷ ക്ഷേത്രമാണ്. അതാണ് ഏറ്റവും വലുത് അതാണ് വിരൂപാക്ഷ ടെമ്പിൾ. പിന്നെ സംഗമേശ്വര ടെമ്പിളുണ്ട്, മല്ലികാർജുന ടെമ്പിളുണ്ട്, അങ്ങനെ 2-3 ടെമ്പിളുകളുണ്ട്. ഇവിടെ പല ക്ഷേത്രങ്ങളുടെ ഉള്ളിലും ശിവലിംഗമാണ് പ്രതിഷ്ഠ. പക്ഷേ ശിവലിംഗം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കല്ലിൽ എന്തോ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, ലിഖിതങ്ങളുണ്ട്. അത് എന്ത് ഭാഷയിലാണെന്ന് അറിയാൻ പറ്റില്ല. പണ്ടത്തെ രാജശാസനകളോ മറ്റൊക്കെ ആയിരിക്കണം.
8 നൂറ്റാണ്ട് ഇതാണ് നമ്മൾ ഇപ്പോൾ കണ്ട സംഗമേശ്വര ടെമ്പിൾ. ഇവിടെ 3 ടെമ്പിളുകളാണ്. സംഗമേശ്വര ടെമ്പിൾ, വിരൂപാക്ഷ ടെമ്പിൾ, മല്ലികാർജുന ടെമ്പിൾ. അതിൽ ഏറ്റവും വലുത് വിരൂപാക്ഷ ടെമ്പിളാണ്. സമ്മർ സീസണാണ്, ഉച്ച സമയമാണ്, നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ഇത്തവണ സന്ദർശകർ കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ തിരക്കില്ലാതൊക്കെ കാണാൻ പറ്റി. ഇവിടെ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് മറ്റൊരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠ നന്ദിയാണ്, നന്ദിദേവനാണ്. നമുക്കറിയാം, ഏത് ശിവക്ഷേത്രത്തിൽ പോയാലും നമുക്ക് ശിവലിംഗത്തെ നോക്കി നിൽക്കുന്ന ഒരു നന്ദി പ്രതിമ കാണാൻ സാധിക്കും. അത്യാവശ്യം വലിപ്പമുള്ള പ്രതിമയാണിത്. ഈ പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി കാണുന്നൊരു സംഗതിയുണ്ട്. അതായത് തത്തകൾ കൂട് വയ്ക്കുക എന്നുള്ളതാണ്. ഇത്തരം ക്ഷേത്രങ്ങളുടെ മുകളിൽ തത്തകൾ കൂട് വച്ചിട്ടുണ്ടാവും. കാരണം സേഫാണ്, മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെ സേഫാണ്. അപ്പോൾ ആൾക്കാരുടെ വലിയ ശല്യമൊന്നുമില്ല. അതിൻ്റെ മുകളിലൊന്നും ആരും കയറി പിടിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ക്ഷേത്രത്തിലുണ്ട് തത്തകൾ. ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും ഇതുപോലെ ചെറിയ ചെറിയ അറകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാൻ പറ്റും. ഏകദേശം 1200 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. 1250 വർഷത്തിന് മേൽ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ശില്പങ്ങളൊക്കെ പലതും നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തുള്ള ശില്പങ്ങൾ കുറച്ചുകൂടെ സേഫാണ്. പക്ഷെ പുറത്തുള്ള ശില്പങ്ങൾ കാലാവസ്ഥയുടെയൊക്കെ പ്രശ്നമായിട്ടായിരിക്കാം പലതും രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഈ ക്ഷേത്രത്തിൽ തത്തകൾ കൂട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. കണ്ട ഒരു ശില്പം തത്തയായിട്ട്. അപ്പോൾ തത്തയുണ്ട്, അന്നേ തത്വമായിട്ട് ബന്ധമുണ്ടെന്നാണ് അർത്ഥം. ബാക്കി ശില്പത്തിൽ ഇതൊക്കെ പോയിട്ടുണ്ട്. മല്ലികാർജുന ടെമ്പിൾ. ഇതൊരു ദ്വാരപാലകനാണ്. ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ്. ഇവിടെ 2 അറകളുണ്ട്. ഇതുകൊണ്ട് ഇത് ഒരുപക്ഷെ അന്നത്തെ ക്ഷേത്രത്തിലെ കാവൽക്കാരുടെ അല്ലെങ്കിൽ ദ്വാരപാലകരുടെ ഇടമായിരിക്കണം. ഒരു പുഴയുടെ തീരത്താണ് ഈ പട്ടടയ്ക്കൽ സ്ഥിതി ചെയ്യുന്നത്. ആ പുഴയുടെ പേര് മലപ്രഭ റിവർ എന്നാണ്. ഈ റിവർ കുറച്ചുകൂടെ ഒഴുകി മുന്നിലോട്ട് എത്തി ഒരു 2 കിലോമീറ്റർ എത്തുമ്പോൾ മറ്റൊരു
സൈറ്റും കൂടിയുണ്ട്. അതിന് ഐഹോളെ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഐഹോളയും പട്ടടയ്ക്കലും ഒക്കെ മലപ്രഭ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കർണാടകയിലെ ബാഗൽകോട്ട് ഡിസ്ട്രിക്റ്റിലുള്ള ഈ 3 സ്ഥലങ്ങളാണ്. അതായത് ബദാമി, അവിടെ നിന്നൊരു 23 കിലോമീറ്റർ അകലെയുള്ള ഈ പട്ടടയ്ക്കൽ, അതിനോട് 3 കിലോമീറ്റർ അകലെയുള്ള ഐഹോളെ, അതുപോലെ തന്നെ ഹംപി. ഇതൊക്കെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലങ്ങളാണ്. അതുപോലെ പട്ടടയ്ക്കൽ എന്ന സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ചാലൂക്യ രാജാക്കന്മാരുടെ കിരീടധാരണം, അതായത് കൊറോണേഷൻ നടന്നിരുന്നത് ഇവിടെ പട്ടടയ്ക്കൽ വെച്ചായിരുന്നു അത്രേ. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇത് ചെറിയ ചെറിയ മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അതും നമ്മൾ ഏത് ചരിത്ര സ്ഥലങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഹംപി ആയാലും ശരി, ചെറിയ കുന്നുകളാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇത്തരം ഭരണസിരാ കേന്ദ്രങ്ങൾ ഉണ്ടാവുക. കാരണം പെട്ടെന്ന് ഈ ശത്രുക്കളുടെ ഒരു ആക്രമണം ഉണ്ടാവത്തില്ല. ഈ കുന്നുകൾ ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ പോലെ, ഒരു പ്രകൃതിദത്ത സംരക്ഷണം പോലെ നിലകൊള്ളും. അതുപോലെ തന്നെ കുന്നിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ശത്രുവിൻ്റെ നീക്കങ്ങളെ നിരീക്ഷിക്കാനൊക്കെ സാധിക്കും. പട്ടടയ്ക്കൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഐഹോളെ എന്ന സ്ഥലത്തേക്കാണ്. ഏകദേശം 5 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ പടർന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഐഹോളെ. ഏകദേശം 120ഓളം ക്ഷേത്രങ്ങളും ഗുഹകളും ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഒരിടത്തല്ല, പലയിടത്തായിട്ട് ചിതറിക്കിടക്കുകയാണ്. കുറച്ചൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ അനാഥമായി കിടക്കുകയാണ്. അപ്പം നമ്മൾ ഐഹോളയിലെത്തി, പ്രധാന കവാടത്തിലെത്തി, ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 25 രൂപയാണ്. ഇവിടെ ഇതിനകത്ത് കുറേ സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ആകർഷണം ഈ കാണുന്ന ദുർഗാ ടെമ്പിളാണ്. അങ്ങ് അകലെ മലയുടെ മുകളിൽ ഒരു കോട്ട കാണാം. അതും ഈ സംരക്ഷിക്കപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നാണ്. ദുർഗാ ടെമ്പിൾ. ഇതിന് അകത്തൊരറ, പുറത്തൊരറ, വീണ്ടും ഒരു അറ, അങ്ങനെ 3 അറകളായിട്ടാണ് ഇതിനകത്തുള്ളത്. ഐഹോളയിലെ കുറേയൊക്കെ ചരിത്ര സ്മാരകങ്ങൾ ഇതുപോലെ കോട്ടയ്ക്കകത്തായി സംരക്ഷിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ആണ്. ഇവിടെ ഒരു കുളമുണ്ട്. ഇതിൽ വെള്ളമുണ്ടോ നോക്കട്ടെ. വെള്ളമുണ്ട്, പക്ഷെ മലിനമാണ് വെള്ളം. ഇത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് താഴെയാണ്. ഇനി ഇവിടെ കുളത്തിൻ്റെ മധ്യത്തെങ്ങാനുമായിരുന്നു ഇത്, വല്ല കനാല് പോലെ എന്തെങ്കിലും ആയിരുന്നു എന്നറിയില്ല. കാരണം കുറച്ച് താഴെയാണിത്. അല്ല, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് താഴെയാണ്. ആയിരത്തി 300ഓളം വർഷം പഴക്കമുണ്ട് ഇതിന്.
നമ്മളിപ്പോ കൃഷ്ണാ നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെ പോവുകയാണ്. ഇതാണ് കൃഷ്ണാ നദി, വലിയ നദിയാണ്. അടിപൊളി. നമ്മള് വിജയപുര എന്ന സ്ഥലത്തേക്ക് പോണ. വിജയപുര ഏകദേശം ഒരു 70 കിലോമീറ്റർ കൂടെ ഉണ്ട് ഇനി. സമയം ഇപ്പം 6:20. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ 50-ലൂടെയാണ്. അതായത് കർണാടകയിലെ ചിത്രദുർഗ എന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി മഹാരാഷ്ട്രയിലെ നന്ദേദ് എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിക്കുന്ന 751 കിലോമീറ്റർ നീളമുള്ള നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ 50. അടിപൊളി റോഡാണ്, സൂപ്പർ റോഡാണ്. നല്ല രസമുണ്ട്. മണ്ണ് ഉഴുതിട്ടിരിക്കുകയാണ്. മണ്ണിന് കറുത്ത കളറാണ്, കരിമണ്ണാണ്. കാരണം നമ്മൾ മഹാരാഷ്ട്രയോട് ചേർന്ന് മഹാരാഷ്ട്രയുടെ ബോർഡർ എത്താറായി. അപ്പോൾ കറുത്ത മണ്ണാണ്, കറുത്ത മണ്ണ്. നമ്മുടെ ഈ പട്ടടയ്ക്കൽ, അതായത് കർണാടകയുടെ വടക്ക് ഭാഗത്ത് കണ്ടത് ചുവന്ന മണ്ണായിരുന്നു, ചുവന്ന മണ്ണ്. ഇത് കറുത്ത മണ്ണാണ്. ഓരോ പ്രദേശത്തും മണ്ണിന് വ്യത്യാസമുണ്ട്, നിറവ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള കൃഷികളാണ് അവിടെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആകെ 275ഓളം കിലോമീറ്റർ ഓടി. നമ്മളിപ്പോൾ വിജയപുര എത്താറായി. വിജയപുര, ബീജാപ്പൂർ രണ്ടും ഒന്നാണ്. ബീജാപ്പൂർ എന്നായിരുന്നു പഴയ പേര്, അതിനു മുമ്പ് വിജയപുര എന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും പേരുകളൊക്കെ മാറി മാറി ഇപ്പോൾ വിജയപുര എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മൾ അവിടെ എത്താറായി. ഇന്ന് അവിടെയാണ് സ്റ്റേ. അപ്പോൾ ഇന്ന് വിജയപുരയിൽ താമസിച്ചിട്ട് നാളെ നമ്മൾ ഔറംഗാബാദിലേക്ക് പോകും.